തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IB ഓഫീസർ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഞാൻ ആകെ ഒരു വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. അത് ഇന്നലെയായിരുന്നു. ഇന്നലെ എൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പോലീസുകാർ, അതായത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന, മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്ക് എവിടെയൊക്കെയോ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടി മേഘയുടെ അച്ഛൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മേഘയിൽ നിന്ന് മേഘയുടെ ഒരു സുഹൃത്ത്, ആൺ സുഹൃത്ത്, കാമുകൻ, അദ്ദേഹം നല്ല രീതിയിൽ പൈസ അങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം, ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു അച്ഛൻ എടുത്ത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത്രയും തെളിവുകളുണ്ട്, അവനാണ് ലാസ്റ്റ് ആ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പെൺകുട്ടിയോട് സംസാരിച്ചത് ഫോണിൽ എന്ന് വരെ തെളിഞ്ഞു. ഇത്രയുമൊക്കെ എന്നിട്ട് ആ പെൺകുട്ടിയുടെ അവൻ മാക്സിമം കാശ്, അവളുടെ കൂട്ടുകാരികൾ പറയുന്നു അവൾക്ക് കഴിക്കാൻ പോലും കാശില്ലായിരുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവളുടെ നിന്ന് 3 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ അങ്ങോട്ട് കൊടുക്കുന്നു അവളുടെ പൈസ. ഈ ഒരു പരിപാടി കാണിച്ചു കൊണ്ടിരുന്ന ഒരുത്തനെതിരെ തെളിവ് വരെ പോലീസുകാർക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട് പോലീസുകാര് ഇവന്റെ മേൽ ഒരു ചാർജ്, അല്ലെങ്കിൽ ഇവനെ പോയി ഒന്ന് അറ്റ്ലീസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തില്ല? എന്തുകൊണ്ട് ഇവനെ പോയി കണ്ടില്ല? അത് വലിയൊരു തെറ്റായി പോയി. കാരണം അവൻ ആ സമയം, ആ ഒരു കിട്ടിയ ഗ്യാപ്പ്, ഇന്നലെ ആ ഒരു അച്ഛൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടതിന് ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവനൊരു പണി മണത്തപ്പോൾ തന്നെ അവൻ നാട് വിട്ടു, അവന്റെ അച്ഛനെയും അമ്മയും കൂട്ടി. ഇനിയിപ്പൊ അവനെ തപ്പി നടക്കണം ഇവിടുത്തെ പോലീസുകാർ. ഇരട്ടി പണിയായി. ഇത് പോലീസുകാരുടെ അനാസ്ഥ തന്നെയാണ്. ഇന്ന് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ നമ്മുടെ മാധ്യമങ്ങളോട് കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ വരെ അദ്ദേഹം പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ആ വീഡിയോ ക്ലിപ്പെല്ലാം ഇന്നലത്തെ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം വന്ന് പോലീസുകാർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷ് ഒളിവിൽ. ഓഫീസിലും മലപ്പുറത്തെ വീട്ടിലും ഇല്ലെന്ന് പോലീസ് അറിയിച്ചു. ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസിനെതിരെ മേഘയുടെ അച്ഛൻ രംഗത്ത് വരുന്നു. തുടക്കത്തിൽ തന്നെ വിവരം കിട്ടിയിട്ടും കൃത്യമായി ഇടപെട്ടില്ലെന്നും സുകാന്തിന് ഒളിവിൽ പോകാൻ ഇത് അവസരമായെന്നും മധുസൂദനൻ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചു. എന്തിനാണ് കേന്ദ്രമന്ത്രി താങ്കളൊക്കെ ഇപ്പൊ അങ്ങോട്ട് സന്ദർശിച്ചിട്ട് വല്ല നടക്കും? എനിക്ക് അറിയാൻ പാടില്ല. എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയാണെങ്കിൽ താങ്കളുടെ സന്ദർശനത്തിന് നമ്മൾ നന്ദി പറയുന്നു. പക്ഷെ ഇതൊക്കെ ഒരു കാര്യമില്ലടേ. ഈ കേന്ദ്രമന്ത്രിയൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാക്കി തരാനൊന്നും വേണ്ടിയിട്ടല്ല. ഞാൻ അവിടെ ചെന്നു എന്ന് മറ്റുള്ളവരെ കാണിച്ച് അടുത്ത ഇലക്ഷനിൽ ഇറങ്ങാൻ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താണെങ്കിലും ആ ഒരു പിതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ പിതാവിനെ പറ്റി ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് അദ്ദേഹം നേരത്തെ കാര്യങ്ങൾ എല്ലാം പോലീസ് ആളെ ആരാണോ കേസ് അന്വേഷിക്കുന്നത് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് പ്രൂഫ് എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് വെച്ച് അവൻ ഒരു 3-4 ദിവസം തൊട്ട് അവന്റെ മലപ്പുറത്തെ വീട്ടിലില്ല. അവൻ അവിടുന്ന് അവന്റെ ഫാമിലി ആയിട്ട് മുങ്ങിയിരിക്കുകയാണ്. അവന്റെ ഫോണും സ്വിച്ച് ഓഫ്. ഇനി അവന്റെ പുറകെ കുറച്ച് ദിവസം നടക്കണം പോലീസുകാർ. എന്നിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ, ആ പെൺകുട്ടിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ കിട്ടും. അത്രേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ അവനെ വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല. അവനെ ഇനി അവന്റെ നാട്ടുകാർക്കൊക്കെ പറയുന്നത്, അവന്റെ നാട്ടുകാർ പറയുന്നത് അവർക്ക് അങ്ങനെ കാശ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. അവരൊക്കെ അത്യാവശ്യം നല്ല പൈസയുള്ള ടീമാണ്. എത്ര പൈസയുള്ള ടീമാണെങ്കിലും പിന്നെ എന്തിനാണ് അവളുടെ 3-3.5 ലക്ഷം രൂപ അവൻ മേടിച്ചത്? എന്തിനാണ് അവളെ പറ്റിച്ച് അവൾ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ പല പെൺകുട്ടികളുമായിട്ട് അവൻ പോയത്? അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാണ് അവൻ ട്രാപ്പിലാക്കിയത്. എന്തിനതൊക്കെ ചെയ്തു? അത്ര വലിയ മാന്യനായിരുന്നെങ്കിൽ. ബാക്കി നമുക്ക് കേൾക്കാം. ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. അവർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അവർ സ്വിച്ച് ഓഫ് ചെയ്തു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിന്നു. പക്ഷേ വീണ്ടും ഇതുവരെ അവർക്കത് കണ്ടുപിടിക്കാൻ, ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വീഴ്ചയാണ്. IB ഉൾപ്പെടെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അതെ, IB ഇങ്ങനെ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്തിരുന്നു. അവർ പറഞ്ഞ അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ആള് വിട്ടെങ്കിലും നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ അവരെ നേരെ പോലീസിന് കൈമാറുമെന്നാണ് പറഞ്ഞത്, നമ്മളോട് പറഞ്ഞത്. അതെ, സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അത് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇപ്പൊ എതിർപ്പൊന്നുമില്ല. അല്ല, ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ജോലിയുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് പൈസ എന്താണ്, നമുക്ക് പെൻഷൻ കിട്ടുന്നുമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എപ്പോ ആണെങ്കിലും റെഡിയാണ്. അവള് എപ്പോ നടത്താൻ പറഞ്ഞാലും നമ്മൾ റെഡിയായി. എപ്പോ നടത്താൻ പറഞ്ഞായിരുന്നെങ്കിലും റെഡി ആയിരുന്നു. അത് വേറൊന്നുമല്ല, ആ ഒരു പെൺകുട്ടി ആ ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നു.
വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല, വീട്ടുകാർക്ക് ഒരു രീതിയിലും എതിർപ്പില്ല. കാരണം അവർക്ക് മോളുടെ കാശ് ആവശ്യമില്ല, അവർക്ക് എന്താ നമ്മുടെ പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മരിക്കുമ്പോൾ 80 രൂപയായിരുന്നു അതിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കൊടുത്തതല്ല, മൊത്തം ഈ നാറി, അങ്ങനെ തന്നെ അവനെ വിളിക്കണം, അവൻ ഊറ്റിയതാണ്. എന്തിന്? പൈസ മേടിച്ചത് ഓക്കെ, പക്ഷെ ഒരു ലിമിറ്റ് ഇല്ലേ? ഇത് ആ കൊച്ചിന് കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ, അതിനെ പട്ടിണി കിട്ടിയവൻ ഇത് മേടിക്കേണ്ട കാര്യം എന്താണ്? എന്ത് കാര്യത്തിന്? ഇനിയും വേറെ എന്തെങ്കിലും, ഇനി അതാണ്, അങ്ങനെയാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഇവന്റെ ഫോണും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആ പെൺകുട്ടി ഇവനുമായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ചെന്നൈയിൽ പോയിട്ടുണ്ട്, എറണാകുളം, ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നപ്പോ ഇവൻ ഇനിയും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇനി അതിന്റെ പേരിൽ പേടിച്ചാണോ ഈ പെൺകുട്ടി ഈ പൈസ ഒക്കെ കൊടുത്തോണ്ടിരുന്നതെന്ന് നമുക്കറിയില്ല. അതെല്ലാം അവനെ കിട്ടിയെങ്കിൽ മാത്രമേ തെളിയുകയുള്ളൂ. മനസ്സിലായില്ലേ? അത് കിട്ടാനുള്ള എല്ലാ വഴിയും ആ അച്ഛൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു, ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു, എല്ലാ തെളിവുകളും കൊടുത്തു, അവൻ കാശ് മേടിക്കുന്നതും എല്ലാം. ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവരവിടെ പോയി കാപ്പി കുടിച്ചതിന്റെ ബില്ല് ഞാൻ കണ്ടു, ഇതെല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. ഇല്ലെങ്കിൽ അദ്ദേഹം തപ്പിയെടുത്തു അതൊക്കെ. ഇവിടുത്തെ പോലീസുകാർക്ക് കൊടുത്തിട്ട് പോലും അവനെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചു. ഇതാ അവൻ പാട്ടും പാടി കാറി കയറി അവന്റെ അച്ഛനും അമ്മയായിട്ട് ടൂറിന് പോയിരിക്കുന്നു. ബാക്കി കേൾക്കൂ. അതുണ്ടാവും, കാരണം അവര് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ തെളിവുകളാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവരെന്തായാലും വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന എറണാകുളമാണ് മെയിൻ, പിന്നെ ചെന്നൈ പോയതായിട്ടും ടിക്കറ്റ് അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ച പൈസ അടച്ച ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഈ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞത്, വേറൊന്നുമല്ല. അവര് ചെന്നൈയിൽ പോയിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ് കണ്ടിട്ടുണ്ട്, കാപ്പി കുടിച്ചതിന്റെ എല്ലാം അദ്ദേഹം കണ്ടിട്ടുണ്ട് എറണാകുളത്ത്. ഇതെല്ലാം അവൻ എറണാകുളത്താണ്. അവിടെ എറണാകുളത്ത് വേറെയും പെൺകുട്ടികളുമായിട്ട് അവന് അഫെയർ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടിയെയും കൊണ്ട് നടന്ന ഒരാളായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി ആ കുട്ടിയുടെ വീഡിയോ എന്തെങ്കിലും ഇവൻ എടുത്തു വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്തിയെന്ന് അവനെ പിടിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പോലീസുകാർ, മാമന്മാർ, ഒന്ന് അവന്റെ പുറകെ പോവുക, ഇനിയെങ്കിലും പോവുക. തെളിവ് കിട്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല. അവൻ ഇവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഈ ഒരു വ്യക്തി, ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഈ തെളിവുകൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിട്ടു. അവൻ 3-4 ദിവസം മുമ്പ് തന്നെ അവന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് മുങ്ങി. പക്ഷെ പോലീസുകാരെ പറയുന്നതിലും കൂടുതൽ, ഞാനതാണ് എല്ലാവരോടും പറയുന്നത്, പോലീസുകാരോട് ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഈ ഐ ബിയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ അവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവരെന്ന് പറയുന്നുണ്ട്. അവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവനെങ്കിൽ പിന്നെ അവരെയല്ലേ കുറ്റം പറയേണ്ടത്? ഇവൻ ഈ കാണാതെ പോയേന്, അവൻ അവന്റെ വീട്ടുകാരെയും കൂട്ടി അവനെ ഒളിച്ചോടിയെങ്കിൽ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് മുമ്പ് IB ഉദ്യോഗസ്ഥരെ വേണം നമ്മൾ പറയാനായിട്ട്. കാരണം നിങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് അവൻ മുങ്ങി? എങ്ങനെ അവൻ മുങ്ങി? എങ്ങോട്ട് മുങ്ങി? ആ അച്ഛന് നീതി വേണ്ടേ? ബാക്കി മേഘ പറഞ്ഞ കല്യാണം കഴിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. പക്ഷെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ സമയം എന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് അവള് പറയുന്നത്. നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിലേക്ക് അപ്പൊ അവന് പതുക്കെ താല്പര്യം ഇല്ലാതെ അവിടെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും. മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പിതാവ് ഒരു പരാതി ഉന്നയിക്കുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകളെ, അതായത് മേഘ അവസാനമായി സംസാരിച്ച ആളെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി. അവസാനം സംസാരിച്ചത് സുഗാന്തമായിട്ടാണെന്ന് കണ്ടെത്താൻ പോലീസ് 1 ദിവസം എടുത്തു. അത് പ്രതിക്ക് ഒളിവിൽപ്പാണ്, അതായത് ഈ ആരോപണ വിധേയനായിട്ടുള്ള സുഗാന്തിന് ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയെന്നാണ് പിതാവിന്റെ പ്രധാനമായ ആരോപണം. ഡിജിറ്റൽ തെളിവുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ എത്രയധികം സമയം ആവശ്യമില്ല എന്നും പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഡീറ്റെയിൽ തെളിവുകൾ കിട്ടാനായിട്ട് ഇച്ചിരി ഡിലേ ഒക്കെ വന്നേക്കാം. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം ആ ഒരു പിതാവിനോടും കൂടി ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് പോലീസുകാരുടെ ഭാഗത്ത് അനാസ്ഥ കാണും, നിങ്ങളത് കൊടുത്തിട്ടും അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ അവൻ ഒളിച്ചോടി. പക്ഷെ എന്താണെങ്കിലും അവരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അവർ ഇത്രയും നേരമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടതാണ്. പക്ഷെ അതിലുമുപരി ഈ IBയുടെ കാര്യം, IB ഉദ്യോഗസ്ഥർ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഭാഗത്തുനിന്ന് ഇവനെ ഒരു ദിവസം അവരുടെ കസ്റ്റഡിയിലൊക്കെ വെച്ച് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. എന്നിട്ട് അവരുടെ നിരീക്ഷണത്തിലായിരുന്നെന്നും അവര് പറഞ്ഞിട്ട് അവരുടെ നിരീക്ഷണത്തിൽ ഇരുന്നൊരു വ്യക്തി എങ്ങനെ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി? അതാണ് എന്റെ ചോദ്യം. പോലീസുകാരുടെ മാത്രം നെഞ്ചത്തോട്ട് ഞാൻ കയറാൻ നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു പോലീസുകാരുടെ ഭാഗത്തും ഉണ്ട്. പക്ഷെ അവരെക്കാട്ടിലും മുമ്പ് IB ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ നിരീക്ഷണത്തിലിരുന്ന ആള് എവിടെ പോയി?
നിങ്ങളാണ് മറുപടി തരേണ്ടത്. ഈ പിതാവ് അവർക്കെതിരെ വേണം, IB ഉദ്യോഗസ്ഥർക്കെതിരെ വേണം ആദ്യമേ ചോദ്യം ചെയ്യാൻ. അവരോട് വേണം ചോദ്യം ചെയ്യാൻ, അവരെ വേണം ചോദ്യം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പോലീസുകാരോട് നമുക്ക് ചോദിക്കാം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനെ ഒരു മേഘ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഇവനെ എത്രയും പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്യണം, പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം, അവന് പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കിട്ടണം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ ഇനി നമുക്ക് കേൾക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഇനി അഥവാ വന്നാൽ ആ ഒരു വാർത്തയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.